അസ്സലാമു അലൈക്കും. കോഴിക്കോട് മരണപ്പെട്ട നസ്രീന എന്ന് പറയുന്ന 16 വയസ്സ് മാത്രം പ്രായമുള്ള 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസം കഴിയുന്തോറും ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ആ മരണത്തിൽ ഇപ്പോൾ വന്ന ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് നസ്രീനയുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മരണത്തിൽ നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു, 20 വയസ്സുകാരനായ അദ്നാൻ എന്ന് പറയുന്ന മനുഷ്യൻ കൊന്നതിന് ശേഷം സെലോ ടേപ്പ് മുഖത്തൊട്ടിച്ച് ശ്വാസം മുട്ടി മരിച്ച നിലയിലാണ് അദ്ദേഹത്തെയും ആ വീടിനകത്ത് വെച്ച് തന്നെ കണ്ടെത്തിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്ന് തന്നെ അദ്ദേഹം 2 ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പോലീസുകാർ പറഞ്ഞിരുന്നു. അതിൽ ഒന്ന് സാധാ ഫോണായിരുന്നു, രണ്ടാമത്തെ ഫോണിലായിരുന്നു അദ്ദേഹം വാട്സപ്പ് യൂസ് ചെയ്തിരുന്നത്. ആ ഫോൺ തിരഞ്ഞു നടന്നിട്ട് ഇതുവരെ യാതൊരു തുമ്പും കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇന്ന് അതിനൊരു മാറ്റമുണ്ടായിരിക്കുന്നു. നമ്മുടെ നസ്രീന താമസിച്ചിരുന്ന വീടിൻ്റെ പുറകുവശത്തുള്ള കിണറിൽ നിന്ന് ഇന്ന് തെരഞ്ഞപ്പോൾ 3 മൊബൈൽ ഫോണുകളാണ് പോലീസിന് കിട്ടിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ 2 എണ്ണം തീർച്ചയായിട്ടും നസ്രീന ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഫോണാണ്. അതിൽ 3ാമത്തെ ഫോണാണ് നമ്മുടെ അദ്നാൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ എന്നും കൂടി പോലീസ് ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു. വളരെ ഞെട്ടിക്കുന്ന വിവരമാണ്. കാരണം അദ്നാനെ മൊബൈൽ അടക്കം റൂമിൽ ഇട്ട് പൂട്ടിയതിന് ശേഷമാണ് നുസ്രത്തിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് അവരുടെ സഹോദരനും സഹോദരിയും അടക്കുന്ന സംഘം പോയത് എന്നുള്ളതാണ്. അതിനുശേഷം ആരാണ് ആ റൂമിൽ കയറിയത്, എന്തിനു വേണ്ടിയാണ് അവർ ആ മൊബൈൽ ഫോൺ എടുത്തിട്ട് കിണറ്റിലിട്ടത്, തെളിവ് നശിപ്പിക്കാനാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും മരണപ്പെട്ട ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മരണത്തിൽ 3ാമതൊരു കക്ഷിക്ക് പങ്കുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ബാക്കി വരുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ പങ്കില്ല എങ്കിൽ യാതൊരു കാരണവശാലും മരണപ്പെട്ട സ്ഥലത്ത് നിന്ന് ഇത്തരത്തിൽപ്പെട്ട ഒരു മൊബൈൽ താനെ ഒരിക്കലും ആ കിണറ്റിലേക്ക് പോയി പതിക്കുകയില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ അദ്നാനെയോ അല്ലെങ്കിൽ നസ്രീനയോമായി ബന്ധപ്പെട്ട എന്തോ ഒരു പ്രശ്നം മറച്ചു വെക്കുന്നതിന് വേണ്ടി തന്നെയാണ് 3ാമതൊരു കക്ഷി ഈ ഫോണുകളെല്ലാം പെറുക്കി കിണറിലേക്ക് ഉപേക്ഷിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും പോലീസ് ഈ 3 ഫോണുകളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അതിൻ്റെ മറുപടി വരുന്ന മുറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട തീർച്ചയായിട്ടും നമ്മളിതുവരെ കേൾക്കാത്ത ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അദ്നാൻ അവിടെ വന്ന് കയറിയത് ഏകദേശം രാത്രി 7:45 കൂടിയാണ്. ആ ഒരു CCTV ദൃശ്യമാണ് നിങ്ങൾ സൈഡിൽ കാണുന്നത്. അവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നസ്രീനയെ കൊല്ലുക എന്നതായിരുന്നു, അതല്ലെങ്കിൽ അവിടെ നിന്ന് പണം മോഷ്ടിക്കുക എന്നുള്ളതായിരുന്നു എന്നാണ് പോലീസിനെ ഇപ്പോൾ കുഴക്കുന്ന ഒരു ചോദ്യം. കാരണം ഇതിന് മുന്നേ തന്നെ ആ വീട്ടിൽ നിന്ന് 10,000 രൂപ, 25,000 രൂപ, അതുപോലെ തന്നെ 50,000 രൂപ, ഇങ്ങനെ 3 പ്രാവശ്യം അവിടെ നിന്ന് കളവ് നടത്തിയതിന് ശേഷം പിടിക്കപ്പെട്ട ഒരാളാണ് അദ്നാൻ. ആ ഒരു കാര്യം ആദ്യം തന്നെ അദ്ദേഹത്തിന് നേരെ വിരൽ ചൂണ്ടിയ മനുഷ്യനാണ് ഈ നസ്രീന എന്ന് പറയുന്ന 10ാം ക്ലാസ്സുകാരി. അതുകൊണ്ട് തന്നെയാണ് അദ്നാൻ നസ്രീനോട് ഇത്രയും വലിയ ഒരു വൈരാഗ്യം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതിനുശേഷം അവിടെ നിന്ന് പുറത്താക്കിയ ശേഷം അവിടുത്തെ വീടിൻ്റെ ചാവി, അതിൻ്റെ കള്ളച്ചാവി ഉണ്ടാക്കിയ ശേഷമാണ് അദ്ദേഹം അന്ന് ആ ചാവി ഉപയോഗിച്ചാണ് ആ വീട്ടിനകത്ത് കയറിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം നേരോടുകൂടി അകത്ത് കയറിയ അദ്നാൻ രാത്രി നേരം പാതിര ആകുന്നത് വരെ അവിടെ കാത്തു നിന്നു എന്ന് പറയുന്നത് തന്നെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അവിടെ നിന്ന് കളവ് നടത്തി മുങ്ങുക എന്നുള്ളതായിരുന്നോ? ആ ഒരു മുങ്ങൽ തീർച്ചയായിട്ടും നസ്രീന കണ്ടുപിടിച്ചതാണോ നസ്രീനയെ കൊല്ലാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് കൂടി തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു സംശയം ഉയരുകയാണ്. അല്ലാതെ നസ്രീനയെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല അവിടെ അദ്നാൻ എത്തിപ്പെട്ടത് എന്നും പോലീസ് വൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അത്തരത്തിലുമുണ്ട്. തീർച്ചയായിട്ടും എന്താണ് എന്ന് ഇതുവരെ പോലീസിന് യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇന്ന് പുറത്തു വന്ന ആ പ്രധാനപ്പെട്ട നമ്മുടെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട വാർത്തയുടെ ഏതാനും ചില വശങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ചൊവ്വാഴ്ചയാണ് 16 വയസ്സുള്ള നസ്രീനയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം 20 വയസ്സുകാരനും ബന്ധുവുമായ അദ്നാൻ ജീവനൊടുക്കിയത്. ഈ കേസിനെ സംബന്ധിച്ച അന്വേഷണത്തിനിടയിൽ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കൃത്യം നടത്തിയ ഈ വീട്ടിലെ കിണറ്റിൽ നിന്ന് തന്നെ ഈ മരിച്ച 2 പേരുടെയും മൊബൈൽ ഫോണുകൾ പോലീസ് കണ്ടെത്തിയത്. ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഈ 2 ഫോണുകളിലെയും ഡേറ്റ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ആ ഫോണിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ്
സംഘം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ 2 ഫോണുകൾ എങ്ങനെയാണ് ഈ കൃത്യം നടന്ന വീട്ടിൽ തന്നെ എത്തിയത്, ആരാണ് ഈ ഫോണുകൾ കിണറ്റിൽ ഉപേക്ഷിച്ചത് എന്നതിനെ സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ മൊബൈൽ ഫോണിലെ ഡേറ്റ സംബന്ധിച്ച വിവരമാണ്. ഫോറൻസിക് പരിശോധനാ ഫലം വന്ന ശേഷം നസ്രീനയുടെ ബന്ധുക്കളെ, മാതാപിതാക്കളെ അടക്കം വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും ഈ കേസിൽ അടിമുടി ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും ഈ വാർത്ത നിങ്ങൾ കേട്ട് കാണും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏതായാലും മൊബൈൽ ഫോണിൻ്റെ ഫോറൻസിക് പരിശോധന കഴിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഞെട്ടുന്ന ഒരു വിവരം തീർച്ചയായിട്ടും നമുക്കറിയാൻ വേണ്ടി സാധിക്കും. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇത് മാത്രമായിരുന്നോ? ഇതിൻ്റെ മുകളിലേക്ക് വല്ല പ്രശ്നങ്ങളും അവർ തമ്മിൽ ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ? അതുമായി ബന്ധപ്പെടുത്തി തീർച്ചയായിട്ടും അദ്നാൻ്റെ കൂട്ടുകാരെ ചോദ്യം ചെയ്യുന്നു എന്ന് പോലീസ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം അതാണ്. അവർക്ക് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ ഒരു പൈസയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണോ അദ്ദേഹത്തിന് ഇത്തരത്തിൽപ്പെട്ട ഒരു വൈരാഗ്യം നസ്രീന എന്ന് പറയുന്ന 10ാം ക്ലാസ്സുകാരിയോട് തോന്നിയത് എന്നുള്ളത് തീർച്ചയായിട്ടും പോലീസിന് ഇതുവരെ ഉറപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്രയ്ക്കും വലിയ ഒരു പ്രശ്നമൊന്നും ആ വീട്ടിൽ ഉണ്ടായിട്ടില്ല, വലിയ ഒരു തർക്കങ്ങളൊന്നും ആ വീട്ടിൽ ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിന് ഇത്രയും പെട്ടെന്ന് ആ കൊലപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലേക്ക് അദ്നാൻ എത്തി എന്നുള്ളത് തീർച്ചയായിട്ടും ഇതുവരെ പോലീസിനോ കുടുംബക്കാർക്കോ ഒന്നും തന്നെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മരിച്ചു കഴിഞ്ഞു എന്ന് എല്ലാവർക്കും അറിയുന്ന 2 ആൾക്കാരാണ് നസ്രീനയും അതുപോലെ തന്നെ അദ്നാനും. അതിനുശേഷവും അവരുടെ ഫോണുകൾ എന്തിന്, ഏത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കിണറ്റിൽ അത് കൊണ്ടുപോയി ഇട്ടത് എന്ന കാര്യം തീർച്ചയായിട്ടും ഇപ്പോൾ സംശയത്തിന് ഒരുപാട് സംശയത്തിന് ആധിപത്യം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ ഒരു സംശയം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് അവരുടെ ചാറ്റിങ്ങും അവരുടെ കോൾ റെക്കോർഡുകളും അടക്കം എല്ലാ കാര്യങ്ങളും പോലീസിന് കിട്ടുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും ഈ ഒരു കേസിൽ എന്താണ് നടന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് മുമ്പാകെ പോലീസ് പറയും. ആ ഒരു നിമിഷം വരെ നമുക്ക് കാത്തിരിക്കാം. ഏതായാലും നിഗൂഢതകൾ ഈ ഒരു കൊലപാതകത്തിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. സത്യം ഏതായാലും ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. ആ സമയത്തിനായി നമുക്കും കാതോർത്തിരിക്കാം. അതുവരെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.